പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഇപ്പോൾ എല്ലാവരും ചില ഗ്രൂപ്പ് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇരിക്കണം. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ഗ്രൂപ്പിന്റെ ലീഡേഴ്സ് വന്നിട്ട് സംക്ഷിപ്തമായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായ വനിതാരങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇൻഫർമേഷൻ തരുന്നു, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ റിപ്പോർട്ടിന്റെ ഉദ്ദേശം ഇതാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണോ, അവളിൽ ഇങ്ങനെയൊക്കെയുള്ള വരവുണ്ടോ, ഇവളിൽ ഇങ്ങനെയൊക്കെ വരവുണ്ടോ, നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോ നിങ്ങൾ വിവരിക്കുന്ന നേരത്ത് പറയണം, ഇങ്ങനെ ഒരു ദർശനം പോലെ ആദ്യം കണ്ടു, എനിക്കറിയില്ലായിരുന്നു അത് ദർശനമാണെന്ന്. ഞാൻ സംശയിച്ചിരിക്കുമ്പോ ഉദാഹരണത്തിന് ഒരു വെള്ളച്ചാട്ടം വരുന്ന പോലെ ഇങ്ങനെ കണ്ടു, ഒരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ ഭാവനയായിരിക്കുന്നു. അപ്പൊ അങ്ങേ വശത്തിരിക്കുന്ന ആള് ഒരു സന്ദേശം കിട്ടി, അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ വിലകൾ. അപ്പൊ അത് കൃത്യമായി കേട്ടോ, വെള്ളച്ചാട്ടം തന്നെയാണ് അല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടായത്? ഇങ്ങനെയൊക്കെയുള്ള കൺഫർമേഷൻ ഉണ്ടായില്ലേ? അപ്പൊ അത് നിങ്ങൾ പറയുമ്പോഴാണ് അങ്ങനെ നിങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ വരങ്ങൾ എങ്ങനെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളത്. ഇങ്ങനെ എനിക്ക് ഒരാൾക്ക് ഇങ്ങനെ സന്ദേശം കിട്ടി എന്ന് പറഞ്ഞാൽ പോരാ. എങ്ങനെ സന്ദേശം കിട്ടി? വചനമായിട്ട് കിട്ടിയോ, ദർശനമായിട്ട് കിട്ടിയോ, വചനം എഴുതി കാണിച്ചോ, അതോ ശബ്ദമായിട്ട് കേട്ടോ, അതോ മനസ്സിൽ വന്നോ, അതോ ബൈബിള് തുറന്നു വായിക്കാൻ പ്രേരണ കിട്ടിയോ, അങ്ങനെ കുറച്ച് വിശദമായിട്ട് പറയണം. ചിലർക്ക് എഴുതി കാണിച്ചു കൊടുക്കും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർക്ക് ശബ്ദമായിട്ട് വചനം ഇങ്ങനെ കർത്താവ് പറയും, പരിശുദ്ധാത്മാവ്. അങ്ങനെ കുറച്ച് വിശദമായിട്ട് പറയുമ്പോഴാണ് ഈ പറയാൻ പോകുന്നത് ആരുടെയും സ്വന്തം സന്ദേശമല്ല ഈ പറയാൻ പോകുന്നത്. വളരെ ബഹുമാനത്തോടു കൂടി ഇത് കേൾക്കണം. കാരണം ഇതെല്ലാം പരിശുദ്ധാത്മാവ് ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ പറയുന്ന പോലെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ നമ്മളതല്ലേ ചെയ്തത് അല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. 13-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനം, അവർ പ്രാർത്ഥിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ശൗലിനെയും ബർന്നബാസിനെയും ഞാൻ പറയുന്ന ജോലിക്കായി മാറ്റിവെക്കുക. പ്രാർത്ഥന കഴിഞ്ഞ് അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ അയച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് തന്നെയല്ലേ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവണത്? അപ്പൊ ആ ബഹുമാനത്തോടു കൂടി നിങ്ങൾ ഇത് ശ്രമിക്കണം. ഇവിടെ ഇവർ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് ഈ ഗ്രൂപ്പിന്, അല്ലെങ്കിൽ ഈ വ്യക്തികളിലൂടെ ഈ ഗ്രൂപ്പിന്, സഭയ്ക്ക് നൽകുന്ന സന്ദേശങ്ങളാണ്. അങ്ങനെയുള്ള സന്ദേശങ്ങളിലൂടെയാണ് സുവിശേഷ വേല നടക്കണം. ഇപ്പൊ ഡിവൈൻ റിട്രീറ്റ് സെന്റർ പോലെ ലോകത്തിൽ ഇങ്ങനെ ഒരു സെന്റർ ഇല്ല, ഇല്ലേ? പക്ഷെ ഇതെങ്ങനെ ഉണ്ടായി? ആരെങ്കിലും ഒരു പ്രോജക്ട് പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണോ? വെറും ഓല ഷെഡിൽ കോട്ടയിൽ 70 പേര് 80 പേരിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ആ സംവിധാനം വളർന്നു പന്തലിച്ചു. എങ്ങനെ? സന്ദേശം കിട്ടി, പ്രവചനം കിട്ടിയതനുസരിച്ച് പണിതു. അപ്പോൾ ഇന്നും നമ്മൾ ഉദ്ദേശിക്കേണ്ടത് സുവിശേഷ വേല എന്ന് പറയുന്നത്, ഇപ്പൊ ഇന്നലെ നമ്മുടെ ചക്കിയത്ത് പിതാവ് പറഞ്ഞൊരു കാര്യം മനസ്സിലായോ? ഈ നവീകരണ പ്രസ്ഥാനത്തിൽ അൽമായറിന് ഇത്രയും വലിയ ഒരു മുന്നേറ്റം ഉണ്ടായത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവർത്തനമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് കേട്ടോ, ഇത് ഈ ബിഷപ്പുമാരോ KCBCയിലോ സഭയിലെ മേലധ്യക്ഷന്മാരോ ആർക്കും ഇങ്ങനെ ഒരു പ്രേരണ കിട്ടിയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവരുടെ ആരുടെയും പ്രേരണയിൽ ഉണ്ടായ ഒരു സംഭവവികാസമല്ല
എന്തൊരു വലിയ സത്യമാണ് ഇത്. അവരെ കുറ്റം പറയാനല്ല, ആരെയും കുറ്റം പറയാനല്ല. പരിശുദ്ധാത്മാവ് ആദിമ സഭയിൽ തന്നെ ഈ കൊർന്നേലിയോസിന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവ് വന്നിരുന്നു. പത്രോസ് പറഞ്ഞു, ഞാനൊരു യഹൂദനാണ്, ഞാൻ നിന്റെ വീട്ടിൽ വരാൻ പാടില്ലാത്തതാണ്, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറയാണ് നിന്റെ വീട്ടിൽ വരാൻ. കണ്ടോ, സഭയിലുണ്ടായ വലിയൊരു വളർച്ച നോക്കി. അന്ന് മുതൽ സഭയിൽ വിജാതീയരിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. കണ്ടോ, ഇപ്പോഴും നമ്മൾ വിശ്വസിക്കോ മാമോദീസ സ്വീകരിക്കാത്ത ആളുകളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കപ്പെടും? ഈ രമാ നായർ, ഞാൻ നായർന്ന് ചേർത്ത് പറയണതിന് അർത്ഥമുണ്ട്. ഈ രമാ നായരും ഇവിടെയുള്ള മറ്റു പലരും മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് എന്തോരം വലിയ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. ആണോ ഇല്ലയോ? നിങ്ങൾക്കറിയോ? അപ്പൊ അത്രയ്ക്ക് വിശാലമായിട്ടാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഇതാണ് സുവിശേഷ വേലയുടെ ഏറ്റവും പ്രധാന കണ്ടെത്തൽ. ഇത് നമ്മളിപ്പോ ഈ സാക്ഷ്യങ്ങളിലൂടെ മനസ്സിലാക്കുകയും അതിനുശേഷം വീണ്ടും നമ്മളൊരു ഈ സാക്ഷ്യം ഒരു ക്ലാസ് പോലെയാണ്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇത് നിർത്താൻ തോന്നുകയാണെങ്കിൽ നിർത്തിയിട്ട് ഈ ഗ്രൂപ്പിനെ ഷഫിൾ ചെയ്ത് നമ്മൾ വേറൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് വീണ്ടും നിങ്ങൾ ഇതേമാതിരി ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ സന്ദേശങ്ങളുടെ പിൻബലത്തിൽ നിങ്ങളിൽ കൂടുതൽ അഭിഷേകം ഉണ്ടാവും. ഓക്കെ, റെഡി? അപ്പോ ഗ്രൂപ്പ് നമ്പർ 1 വേഗം വരും. ഒരു കസേര ഇങ്ങനെ പിടിച്ചിട്ട് ഗ്രൂപ്പ് നമ്പർ 1ന്റെ ലീഡറോ അതിനകത്ത് ഏതെങ്കിലും ഒരാൾ വന്ന് പറയാൻ പ്രാപ്തിയുള്ള ഒരാൾ വന്ന് പറയുക. ഗ്രൂപ്പ് നമ്പർ 1ന്റെ ലീഡർ ആരാ? ഗ്രൂപ്പ് നമ്പർ 1 അവരോട് മണിക്കെത്തിയിട്ടില്ലേ? ഗ്രൂപ്പ് നമ്പർ 1ന്റെ ലീഡർ ആരാ? ഇതാ വായോ, കം ഓടി വായോ. ഗ്രൂപ്പ് നമ്പർ 1ന്റെ ലീഡർ വേഗം വരൂ. രണ്ടാമത്തെ ആള് വേഗം തയ്യാറായിക്കോളൂ. ആ ഓർഡറിൽ പോണെങ്കിൽ ഈ തയ്യാറായിട്ടില്ലെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 വരാമോ? ഗ്രൂപ്പ് നമ്പർ 2 വരൂ. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് നമ്പർ 1 അത് കഴിഞ്ഞിട്ട് പറയാം. വേഗം വരും. ഇതിലെ വായോ, അതിലെ വായോ. പറഞ്ഞോളൂ, ക്യാമറ നോക്കിക്കോ. യെസ്, ഈശംസിയാക്കി സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്തപ്പം ഞങ്ങൾ 6 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ബ്രദർ ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ തുടങ്ങി. അപ്പം ആദ്യം ആൽഫി എന്നൊരു കുട്ടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ആ കുട്ടി തന്നെ ആദ്യം പറഞ്ഞു, വിശ്വാസം ശക്തിപ്പെടാനാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു വലിയ മല, ഒരു പാറയിൽ ഒരു ചെറിയ വര പോലെ വെള്ളം ഒഴുകുന്നതാണ് കണ്ടത്. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള ജോജി വ്യാഖ്യാനിച്ചു, അത് പരിശുദ്ധാത്മാവ് വരുന്നതായിട്ടുള്ള അടയാളമാണെന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ആള് ആൻ്റണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ആൻ്റണി പ്രബോധനവരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദർശനമായിട്ട് ഞാൻ കാണുന്നത് ആദ്യം ഒരു ബക്കറ്റ് കണ്ടു, കയറ് കെട്ടിയ ഒരു ബക്കറ്റായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു വ്യക്തമായിട്ട് കാണുന്നത് എന്താണെന്ന് പറഞ്ഞപ്പോൾ ഒരു കിണറും കാണുന്നു ഒപ്പം. അങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ അതിന് ജോജി ഒരു വ്യാഖ്യാനം പറഞ്ഞത്, നമ്മൾ കൃപ കോരിയെടുക്കണം, പരിശുദ്ധാത്മാവ് ഉണ്ട്, നമ്മൾ കൃപ കോരിയെടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ആൽഫിക്ക് അതിന് കിട്ടിയ മെസ്സേജ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്നുള്ള വചനവും പറഞ്ഞു. പിന്നെ അന്തേച്ചൻ എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ പുള്ളി പറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആശ്വാസം കിട്ടിയെന്ന് പറഞ്ഞു. ജോജിക്കൊരു ദർശനം കണ്ടത് പറഞ്ഞത് 2 കീറിയ ഒരു ഓല, അങ്ങനെ അതാ കണ്ടെന്ന്. ജോജി തന്നെ അതിൻ്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞത് ഐക്യത്തിൻ്റെ ആത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുക. പിന്നെ സിസ്റ്റർ സെലസ്റ്റീന കണ്ണിന് സിസ്റ്ററിൻ്റെ കണ്ണിനൊരു പറഞ്ഞു, കണ്ണിനൊരു എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായി, അങ്ങനെയൊക്കെ ഉള്ളത് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വിചാരിച്ച് ഇന്നലെ സിസ്റ്ററിൻ്റെ ഗ്രൂപ്പിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഇന്നലെ എൻ്റെ കണ്ണിന് നല്ല ഇറിറ്റേഷനായിരുന്നു, കണ്ണിങ്ങനെ ഇടയ്ക്ക് തുറക്കുക. ഞാൻ വിചാരിച്ചു കണ്ണിൽ കേട് അങ്ങനെ വല്ല അസുഖമാണോ എന്ന് വിചാരിച്ചു. സിസ്റ്റർ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഇന്ന് എനിക്കുണ്ട്. ഞാൻ ഓർത്തായിരുന്നു ഉച്ചയ്ക്ക് വല്ല അച്ഛനെ കണ്ടെന്ന് ചോദിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയാലോ, വല്ല കണ്ണിക്കേടൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു ഞാനങ്ങനെ പറഞ്ഞത്. പക്ഷേ സിസ്റ്റർ ഇന്നലെ പ്രാർത്ഥിച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ ആ കണ്ണിൻ്റെ അസ്വസ്ഥത മാറി. ഇന്നെനിക്കിവിടെ, അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇപ്പം സിസ്റ്ററിൻ്റെ ഒരു രോഗശാന്തിപരം ആയിരിക്കുമോ ബ്രദർ? അങ്ങനെ വിചാരിക്കുന്നു. സിസ്റ്ററിന് നന്ദി. പിന്നെ ആൽഫിക്ക് മെസ്സേജ് കിട്ടിയത് ഹൃദയവാതിൽ തുറക്കാനായിട്ട്, അന്തേച്ചൻ എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെയാണ് പറയുന്നത്. ഹൃദയവാതിൽ തുറക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നതായിട്ട് ആൽഫി പറഞ്ഞു. വെളിപാട് 3:20 അതൊക്കെ അങ്ങനെ പറഞ്ഞു. പിന്നെ ആൻ്റണി മധ്യസ്ഥ പ്രാർത്ഥനാവരം, ആൻ്റണി എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ആൻ്റണി പ്രാർത്ഥിച്ചത് മധ്യസ്ഥ പ്രാർത്ഥനാ വരം കിട്ടാനായിട്ടാണ്. അപ്പോൾ മെസ്സേജ്, അപ്പോൾ ഞാൻ കാണുന്ന ഒരു മെസ്സേജ്, ഒരു വീട്, ആ വീടിൻ്റെ മുറ്റത്ത് ഒരു പഴുതാര ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു പഴുതാര കിടക്കുന്ന പോലെ കണ്ടു. എനിക്കങ്ങനെ ദർശനം തോന്നി കണ്ടതായിട്ട്. അപ്പം ജോജി പറഞ്ഞത്, അതിൻ്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞത് ദുഷ്ടനെ എതിർക്കരുത് എന്നുള്ളൊരു വചനമാണ് പറഞ്ഞത്. പിന്നെ സിസ്റ്റർ സെലസ്റ്റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സിസ്റ്ററും പ്രാർത്ഥനയിലായിരുന്നു. അന്നേരം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്ററിന് കിട്ടിയ മെസ്സേജ്, ഒത്തിരി വചനം ജോജി പറഞ്ഞായിരുന്നു. ഞങ്ങൾക്കത് മുഴുവൻ എഴുതാൻ സമയം കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് അത് മുഴുവൻ എഴുതിയിട്ടില്ല. ഒത്തിരി നല്ലൊരു വചനം. അപ്പം ഞാനിത് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു സഞ്ചിയുടെ അടുത്തൊരു സൈക്കിളും ഇരിക്കുന്നു. അപ്പോൾ ഞാനടുത്ത് യാത്രയാണോ സൈക്കിള് സഞ്ചി അങ്ങനെ കണ്ടു. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സഞ്ചി, ഒരു പ്രത്യേക സഞ്ചി, നമ്മുടെ ഇപ്പോഴത്തെ ബാഗ് പോലെയല്ല, പഴയ സഞ്ചി പോലെ. അപ്പം ഞാനിങ്ങനെ ഒന്നും കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സ്നാപയോഹന്നാൻ്റെ തൂക്കിയിട്ടേക്കുന്ന ആ സഞ്ചി പോലെയാണ് കാണുന്നത്. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ അത് വ്യാഖ്യാനിച്ചത് ഈശോയെ അറിയിക്കാൻ, സുവിശേഷം അറിയിക്കാനായിട്ട്, ഈശോയ്ക്ക് വഴിയൊരുക്കാൻ, അങ്ങനെയുള്ളൊരു മെസ്സേജാണ് കിട്ടിയത്. അപ്പം അതിൽ തന്നെ ആൽഫിയും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, ഈ സുവിശേഷ പ്രഘോഷണമാണ് കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിരുന്ന അത്രയും സമയവും ഈശോ എനിക്ക് ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയായിരുന്നു. ഒത്തിരി അനുഗ്രഹങ്ങളും ഒത്തിരി തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആയിരുന്നു ഞാൻ ആ പ്രാർത്ഥനയിലിരുന്നത്. അപ്പോൾ സിസ്റ്ററിന് കൈക്കൊരു ചൂട്